പിന്നെ അങ്ങനെ എന്താണ് സംഭവിക്കുന്നത്? ബ്ലൈൻഡ്നെസ് ഓഫ് ഹാർട്ട്, അവിടെ ഹൃദയകാഠിന്യം. യോഹന്നാന്റെ സുവിശേഷം 9-ാമത്തെ അധ്യായം 39 മുതൽ 41 വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെ യേശുക്രിസ്തു വളരെ വ്യക്തമായിട്ട് വചനത്തോടെ പറയുന്നുണ്ട് ആർക്കാണ് അന്ധതയുള്ളതെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ദൈവത്തിനെ നമ്മൾ പൂർണ്ണമായിട്ട് അറിവില്ലായ്മയിലേക്ക് പോവുകയാണ്, യേശുവിനെ സ്വന്തമാക്കാതെ. പിന്നെ നമുക്കറിയാം ദൈവത്തിന്റെ വചനം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഘട്ടം എന്താണ്? ദൈവം യേശു രക്ഷകനാണ് എന്ന് അറിഞ്ഞിട്ട് പോലും ആ രക്ഷകനാണെന്ന് നമ്മൾ അംഗീകരിക്കുന്നില്ല. അത് രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് വരികയാണ്. പിന്നെ 2 രാജാക്കന്മാർ 17-ാമത്തെ വചനം വായിക്കുകയാണെങ്കിൽ അവിടെ നമുക്കറിയാം, അവിടെ ആ ഹോൾ ചാപ്റ്റർ വിഗ്രഹാരാധനയെക്കുറിച്ചും മ്ലേച്ഛതയെക്കുറിച്ചും ഒക്കെയാണ്. എങ്ങനെയാണ് ഇസ്രായേൽ ജനം മ്ലേച്ഛതയിലേക്ക് പോവുകയും അങ്ങനെ ദൈവം അവരെ ശിക്ഷിക്കുകയും ചെയ്തുള്ളത്. നമുക്ക് 15-ഉം 16-ഉം വചനങ്ങൾ മാത്രം വായിക്കാം, സമയമില്ലാത്തതുകൊണ്ട്. And they rejected his statutes and his covenant that he had made with their fathers and his testimonies which he had testified against them. They followed idols, became idolaters, and went after the forms of worship of the nations who were all around them, concerning whom the Lord had charged them that they should not do like them. So they left all the commandments of the Lord their God, made for themselves a molded image, and 2 calves, and made a wooden image, and worshipped all the hosts of heaven, and served Baal. തങ്ങളുടെ പിതാക്കന്മാർക്ക് അവിടുന്ന് നൽകിയ കൽപ്പനകളും ഉടമ്പടികളും തങ്ങൾക്ക് ലഭിച്ച മുന്നറിയിപ്പുകളും അവർ അവഗണിച്ചു. അവർ വ്യാജ വിഗ്രഹങ്ങളുടെ പിന്നാലെ പോയി അവിശ്വസ്തരാവുകയും ചുറ്റുമുള്ള ജനതകളെ അനുകരിക്കുകയും ചെയ്തു. അടുത്ത് 16. ഈ ജനതകളെ പോലെ പ്രവർത്തിക്കരുതെന്ന് കർത്താവ് കൽപ്പിച്ചിരുന്നു. അവർ ദൈവമായ കർത്താവിന്റെ എല്ലാ കൽപ്പനകളും പരിത്യജിച്ച് തങ്ങൾക്കായി കാളക്കുട്ടികളുടെ 2 വിഗ്രഹങ്ങൾ വാർത്തുണ്ടാക്കി അക്ഷേരാ പ്രതിഷ്ഠ സ്ഥാപിക്കുകയും ആകാശഗോളങ്ങളെ ആരാധിക്കുകയും ബാൽ ദേവനെ സേവിക്കുകയും ചെയ്തു. അപ്പോൾ ദൈവത്തിന്റെ കൽപ്പന ഉണ്ടായിരുന്നല്ലോ, ഒന്നെന്താണ്? നിങ്ങൾ വിഗ്രഹങ്ങളെ ഒന്നും ഉണ്ടാക്കരുത്, ആരാധിക്കരുത്. പ്രിയപ്പെട്ട, ഇന്ന് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മളുടെ ചുറ്റും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശിഷ്യനാണ്, ക്രിസ്ത്യാനിയാണ്, വിശ്വാസിയാണ് എന്നൊക്കെ പറയുന്ന, യേശുവിനെ രക്ഷകനാണ്, നാഥനാണ് എന്നൊക്കെ കണ്ട് അറിഞ്ഞ് സ്വീകരിച്ച് പല പല വ്യക്തികളും ഇന്ന് ഈ ദൈവത്തിന്റെ വചനം ലംഘിക്കുന്നുണ്ടോ ഇല്ലയോ? ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്, യു ഷാൽ നോട്ട് മേക്ക് എനി കാർവ്ഡ് ഇമേജ് of anything that is flying, anything that is walking or creeping, anything that is under the sea. അല്ലേ? ആകാശത്തിൽ പറക്കുന്നതോ ഭൂമിയിൽ നടക്കുന്നതോ ഇരജന്തുക്കളോ അല്ലെങ്കിൽ വെള്ളത്തിന്റെ അടിയിലുള്ള മത്സ്യങ്ങളുടെയോ ഒന്നിന്റെയോ അല്ല മനുഷ്യന്റെയോ സാദൃശ്യത്തില് ഒന്നും വിഗ്രഹങ്ങളൊന്നും ഉണ്ടാക്കരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ട് പോലും ആ വ്യക്തികൾ എന്താ ഉണ്ടാക്കിയത്? കാളക്കുട്ടികളെ ഉണ്ടാക്കി, പിന്നെ മനുഷ്യന്റെ രൂപത്തില് വേറെ ഒരു ഇമേജ് ഉണ്ടാക്കി. എന്നിട്ട് അത് മാത്രമല്ല, ദ ഹോസ്റ്റ് ഓഫ് ഹെവൻ എന്ന് പറയുന്നത് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും, അതിനെയെല്ലാം അവർ ആരാധിച്ചു. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു സത്യമാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം 28-ാമത്തെ വചനം, ദൈവം ഈ ലോകം സൃഷ്ടിച്ചപ്പോൾ എന്താ പറഞ്ഞത്? നിങ്ങൾ പെരുകി വർദ്ധിച്ച് ഈ ഭൂമിയെ കീഴടക്കുക. ഈ ഭൂമിയെ കീഴടക്കുക മാത്രമല്ല, അതിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ സൃഷ്ടിച്ച പറവകളെയും ആ ലോകത്തിലുള്ള ഇഴജന്തുക്കളെയും കടലിലുള്ള അല്ലെങ്കിൽ വെള്ളത്തിന്റെ കീഴെയുള്ള എല്ലാ മത്സ്യങ്ങളുടെ മുകളിലും നിങ്ങൾക്ക് ആധിപത്യമുണ്ട്. പിന്നെ ഈ കാളക്കുട്ടിയെ എന്തിനാണ് ആരാധിക്കുന്നത്? അല്ലെങ്കിൽ അതുപോലെ തന്നെ മൃഗങ്ങളെ എന്തിനാണ് ആരാധിക്കുന്നത്? ഇത് ദൈവത്തിന്റെ കൽപ്പനയുടെ വിപരീതമല്ലേ? അല്ലെങ്കിൽ എന്തിനാണ് ഇവർ പറയുന്നുണ്ട് ആൻഡ് എ വുഡൻ ഇമേജ് എന്നാ പറയുന്നത്? എന്തിനാണ് മനുഷ്യന്റെ രൂപത്തില് ആകൃതിയില് വിഗ്രഹങ്ങൾ ഉണ്ടാക്കി അവരെ ആരാധിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഇത് ദൈവത്തിന്റെ കൽപ്പനയുടെ വിപരീതമാണ്. കാരണം നമുക്കറിയാം, ദൈവം പ്രവാചകന്മാർ വഴിയും യേശു ക്രിസ്തു വഴിയും നമ്മളോട് വളരെ വ്യക്തമായിട്ട് അരുൾ ചെയ്ത ഒരു ഇതാണ്, നിങ്ങൾ വിഗ്രഹങ്ങൾ ഉണ്ടാക്കരുത്. ദൈവത്തിന് ഏറ്റവും വെറുക്കുന്ന ഒന്നാണ് ഐഡോളട്രി. കാരണം എന്താണ്? ദൈവത്തിന്റെ മണവാട്ടി വ്യഭിചാരം ചെയ്യുകയാണ് ഐഡൽസ് ഉണ്ടാക്കുമ്പോൾ. ദൈവത്തിന്റെ മണവാട്ടി വ്യഭിചാരം ചെയ്യുകയാണ്. കാരണം ഹോസിയ പ്രവാചകന്റെ പുസ്തകം 5-ാമത്തെ അധ്യായം 4-ാമത്തെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് വ്യഭിചാരത്തിന്റെ ദുർബുദ്ധി ഉണ്ടെന്ന്. There is a spirit of idolatry in you. വായിക്കുക.
വ്യഭിചാരം ചെയ്യുന്ന ഒരു മണവാട്ടിയെയും ആണ് മണവാളൻ കെട്ടുകയില്ല പ്രിയപ്പെട്ടവരെ. ഹലോ, ഈ ലോകത്തിൽ തന്നെ നിങ്ങൾ വിവാഹബന്ധത്തിന് വിവാഹ നിശ്ചയം നടത്തിയ നിങ്ങളുടെ മണവാളനാകട്ടെ അല്ലെ മണവാട്ടിയാകട്ടെ, അവർ വ്യഭിചാരത്തിലാണ് നടക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കുവോ? ഇല്ല. നിങ്ങൾ ആ വിവാഹ നിശ്ചയം റദ്ദാക്കും. ഹലോ, ഏത് ബുദ്ധിയുള്ള വ്യക്തിയും ആ വിവാഹ ബന്ധം റദ്ദാക്കും. കാരണം എന്താണ്? ഈ വിവാഹം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയില്ല. കാരണം ഈ വിവാഹത്തിന്റെ അടിസ്ഥാനമായ കാര്യം സ്നേഹം അവിടെ ഇല്ല. തങ്ങളുടെ ദൈവത്തിന്റെ അടുത്തേക്ക് തിരികെ പോകുവാൻ അവരുടെ പ്രവൃത്തികൾ അവരെ അനുവദിക്കുന്നില്ല. കാരണം വ്യഭിചാര ദുർഭൂതം അവരിൽ കുടികൊള്ളുന്നു. വ്യഭിചാര ദുർഭൂതം അവരിൽ കുടികൊള്ളുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് യേശു ക്രിസ്തുവിനെ അല്ലാതെ എന്തെങ്കിലും വേറെ മനുഷ്യനെയോ പുരുഷനെയോ സ്ത്രീയെയോ മൃഗങ്ങളെയോ പറവകളെയോ അല്ലെങ്കിൽ ഈ ജലത്തിന്റെ അടിയിലുള്ള മത്സ്യങ്ങളെയോ അല്ലെങ്കിൽ വേറെ ഏത് സൃഷ്ടിയെയോ ആകാശത്തിലുള്ള ഏതെങ്കിലും ഗോളങ്ങള്, സൂര്യനോ ചന്ദ്രനോ നക്ഷത്രമോ എന്തിനെയെങ്കിലും, അല്ലെങ്കിൽ ദൈവം നമ്മൾക്ക് വേണ്ടി ഉപകരിക്കാൻ വേണ്ടി തീയോ അല്ലെങ്കിൽ എന്തിനേയും ആരാധിക്കുന്ന അത് വിഗ്രഹാരാധനയാണ്. കാരണം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിച്ചത്. നിങ്ങൾ ദൈവത്തിന്റെ മക്കളാകുവാനാണ് ദൈവം സൃഷ്ടിച്ചത്. ഈ മക്കൾക്ക് ദൈവത്തിന്റെ തന്നെ അധികാരവും ആധിപത്യവും തന്നിട്ടുണ്ട്. ആ അധികാരവും ആധിപത്യവും തന്ന വ്യക്തികൾ എന്തിനാണ് അവരുടെ കാൽ കീഴെയുള്ള ജന്തുക്കളെ നിങ്ങൾ എന്തിനാണ് ആരാധിക്കുന്നത്? ആ ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയും അല്ല പ്രിയപ്പെട്ടവരെ. നിങ്ങൾ മനസ്സിലാക്കേണ്ട വലിയ സത്യം ഇതാണ്. അത് നമ്മളെ സേവിക്കുവാൻ വേണ്ടിയാണ്. നമുക്ക് അതിന്റെ മുകളിൽ ആധിപത്യം തന്നിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. I want to tell you, you have been made a son of God, a daughter of God. അങ്ങനെ ജീവിക്കുവാൻ വേണ്ടിയാണ്, ദൈവത്തിന്റെ മകനും മകളുമായിട്ട് ജീവിക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചത്. അല്ലാതെ മൃഗങ്ങളുടെ മുകളിൽ നേരെ കുമ്പിട്ട് ആരാധിക്കാൻ, അല്ലെങ്കിൽ പരസ്പരം വേറെ ഒരു മനുഷ്യന്റെ ഒരു പ്രതിമയുടെ മുമ്പിൽ കുമ്പിട്ട് ആരാധിക്കാനല്ല, ഒരു സ്ത്രീയുടെ ഒരു പുരുഷന്റെ ഒരു രൂപത്തിന്റെ മുകളിൽ കുമ്പിട്ട് ആരാധിക്കാനുമല്ല. എന്തുമാത്രം വിഗ്രഹാരാധനയാണ് നമ്മളുടെ ഇടയിൽ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം. ചിലപ്പോൾ പറയും അത് വിഗ്രഹങ്ങളല്ല, അത് ആ മനുഷ്യനെ കുറിച്ചൊരു ഓർമ്മ കൊണ്ടുവരുവാൻ വേണ്ടിയാണെന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ഓർമ്മ കൊണ്ടുവരുവാൻ വേണ്ടിയാണെങ്കിൽ എന്തിനാണ് അങ്ങനെയുള്ള വിഗ്രഹങ്ങളെ തൊട്ടുമുത്തുന്നത്? അങ്ങനെ ഓർമ്മകൾ കൊണ്ടുവരാണെങ്കിൽ ആ വിഗ്രഹങ്ങൾക്ക് എങ്ങനെയാണ് ഒരു സൗഖ്യം തരുവാനുള്ള കഴിവ്? ആ മരത്തിനോ കല്ലിനോ അല്ലെങ്കിൽ മെറ്റൽ കൊണ്ടുണ്ടാക്കിയ ആ രൂപത്തിന് എങ്ങനെയാണ് സൗഖ്യം തരാൻ പറ്റുക? കാരണം അതിനകത്ത് സൗഖ്യം തരാൻ പറ്റുമെന്ന് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരു സ്പിരിറ്റ് ഉണ്ട്, അല്ലേ? അത് എന്തിന്റെ സ്പിരിറ്റാണ്? ഒരു ദുർഭൂതത്തിന്റെ ഒരു ആത്മാവാണ് അതിലുള്ളത്. അത് ഞാൻ പറയുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളെ നാശത്തിലേക്കും മരണത്തിലേക്കും മാത്രമേ നയിക്കുകയുള്ളൂ. കാരണം ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒരു രൂപത്തിലുള്ള ഒന്നിനെ ഉണ്ടാക്കരുത്. നിങ്ങൾ പുറപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായം ഒന്ന് വായിക്കണം. 4-5 വചനങ്ങളൊക്കെ വായിക്കുകയാണെങ്കിൽ അവിടെ വളരെ വ്യക്തമായിട്ട് ദൈവം പറയുന്നുണ്ട്, നിങ്ങൾ ഒരു വിഗ്രഹങ്ങളെ ഉണ്ടാക്കരുത്. പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് ഒരു വ്യക്തിയെക്കുറിച്ച് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ചുള്ള ഓർമ്മയല്ലേ, അല്ലാതെ ആ വ്യക്തിയുടെ ഒരു രൂപം കണ്ടിട്ട് അതിനെ തൊട്ടുമുത്തേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ അത് വളരെ ശ്രേഷ്ഠമായിട്ട് അതിനെ പൊക്കിക്കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടോ? ഇത് നിങ്ങൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. ഞാൻ നിങ്ങളോടാണ് സംസാരിക്കുന്നത്. നിങ്ങൾ പല ദൈവത്തിന്റെ ആരാധന ആലയങ്ങളിൽ അവിടെ ഉള്ളത് മുഴുവൻ ദുർഭൂത ഉള്ള വിഗ്രഹങ്ങളാണ്. നിങ്ങൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, ഇത് ദൈവത്തിന് ഏറ്റവും വെറുപ്പ് വരുന്നതാണ്, ദൈവത്തിന് ഏറ്റവും സങ്കടം വരുന്നതാണ്. അവിടെ ഒരു ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഇല്ല. അവിടെ ഉള്ളത് ദുർഭൂതത്തിന്റെ ഒരു സാന്നിധ്യം. എന്തിന്റെ ദുർഭൂതം? വ്യഭിചാരത്തിന്റെ. കാരണം എന്താണ്? നിങ്ങൾ ദൈവത്തിന്റെ മണവാട്ടിയാണ്. ആ മണവാട്ടിയെ, ആ മണവാളനാകുന്ന യേശു ക്രിസ്തുവിൽ നിന്ന് മാറ്റി നിർത്തുന്നതെല്ലാം വ്യഭിചാരത്തിന്റെ ഒരു ദുർഭൂതമാണ്. ഒരിക്കലും നിങ്ങൾ അതിന്റെ പുറകെ പോകരുത്. ഹല്ലേലൂയ. ഇത് മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. കാരണം നിങ്ങൾ വിചാരിക്കും ഇത് ചെയ്യുന്നത് നല്ല കാര്യമാണെന്നുള്ളത്. തീർച്ചയായിട്ടും നല്ല കാര്യമല്ല. കാരണം അത് നിങ്ങളെ ദൈവത്തിൽ നിന്ന് ഒരു ശത്രുതയിലേക്കാണ് നയിക്കുന്നത്. അതാണ് പിശാചിന്റെ ഒരു പ്രവൃത്തി. നമ്മൾ മനസ്സിലാക്കണം, ദൈവം ആഗ്രഹിക്കുന്നത് എല്ലാ മനുഷ്യരും യേശു ക്രിസ്തുവിനെ ആരാധിക്കണമെന്നുള്ളതാണ്.